എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഓരോ ആക്ടിവിറ്റിയും ഡിസ്കസ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ആ ചാപ്റ്റർ ഫുൾ റിവിഷനും ചെയ്യുന്നു. നമ്മളിപ്പോൾ 5 ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ 5 ചാപ്റ്ററിൻ്റെ റിവിഷനും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ തന്നെ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ഈ ഓൺലൈൻ ക്ലാസ്സിലുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസിക്സ് ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ലഭ്യമാവുന്നതാണ്. അപ്പോൾ നമുക്ക് 6ാമത്തെ ആക്ടിവിറ്റിയാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ദ ഫീച്ചേഴ്സ് ഓഫ് റൂറൽ ആൻഡ് അർബൻ കമ്മ്യൂണിറ്റീസ് ആർ ഗിവൺ ബിലോ. ക്ലാസിഫൈ ദാറ്റ് ആൻഡ് ലിസ്റ്റ് ദം ഔട്ട്. അപ്പോൾ റൂറലും അർബനും കമ്മ്യൂണിറ്റീസിൻ്റെ ഫീച്ചേഴ്സാണ്. അപ്പോൾ അതിന് നമ്മൾ അർബൻ കമ്മ്യൂണിറ്റിയുമായിട്ട് റിലേറ്റഡ് ഏതാണെന്ന് നമ്മൾ എഴുതണം, റൂറൽ ഏതാണെന്ന് നമ്മൾ എഴുതണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. പീപ്പിൾ നോ ഈച്ച് അതർ. പീപ്പിൾ നോ ഈച്ച് അതർ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. പീപ്പിൾ ആർ ക്ലോസ് ടു ഈച്ച് അതർ, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അത് എന്തിൻ്റെ പ്രത്യേകതയാണ്? റൂറൽ കമ്മ്യൂണിറ്റി, അതായത് ഗ്രാമപ്രദേശങ്ങളിലാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും. ഫോളോ ഡൈവേഴ്സ് ഫുഡ് ഹാബിറ്റ്സ്, പല ഫുഡ് ഹാബിറ്റ്സാണ് ഉണ്ടാവുക. അത് ഏത് കമ്മ്യൂണിറ്റിക്കാണ്? അത് അർബൻ കമ്മ്യൂണിറ്റിയാണ്. ഇവിടെയൊക്കെ ഒരേ ടൈപ്പ് ഫുഡായിരിക്കും. ഇവിടെ അർബൻ കമ്മ്യൂണിറ്റീസ് പലതരത്തിലുള്ള പല ടൈപ്പ് ഫുഡുകളായിരിക്കും ഉണ്ടാവുക. ഓക്കെ. ഒക്യുപ്പേഷൻ റിലേറ്റഡ് ടു ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്, അതും എവിടെയാണ്? അർബൻ കമ്മ്യൂണിറ്റിയിലാണ്. ഇൻഡസ്ട്രിയും ട്രേഡും ഒക്കെ ഉണ്ടാവുക എവിടെയാണ്? അർബൻ, അതായത് നഗരപ്രദേശങ്ങളിലാണ് ഉണ്ടാവുക. അഗ്രികൾച്ചർ ആൻഡ് അലീഡ് ആക്ടിവിറ്റീസ് ആർ ഇമ്പോർട്ടൻറ്റ് ഒക്യുപ്പേഷൻ. അതേസമയം റൂറൽ കമ്മ്യൂണിറ്റിയിൽ അഗ്രികൾച്ചറും അതുമായി ബന്ധപ്പെട്ട ജോലികളുമാണ് ഉണ്ടാവുക. ഇനി അടുത്തത് മോർ ഇമ്പോർട്ടൻസ് ടു ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം. അത് റൂറൽ കമ്മ്യൂണിറ്റിയിലാണ്. ജോയിൻറ്റ് ഫാമിലി സിസ്റ്റമാണ് അവിടെ ഉണ്ടാവുക. ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി, ഒരുപാട് പോപ്പുലേഷൻസ്, ജനസംഖ്യയും ജനപ്പെരുപ്പവും കൂടുതലുള്ളവിടെയാണ്? തീർച്ചയായും നഗരപ്രദേശങ്ങളിലാണ്, അർബൻ കമ്മ്യൂണിറ്റിയിലാണ്. ബെറ്റർ നെയ്ബർഹുഡ് റിലേഷൻസ്, അയൽവാസികളുമായിട്ട് നല്ല ബന്ധം ഉണ്ടാകുന്ന എവിടെയാണ്? റൂറൽ കമ്മ്യൂണിറ്റിയിലാണ്. സ്ലംസ് ആർ സീൻ ഇൻ ദിസ് ഏരിയ, ചേരി പ്രദേശങ്ങൾ കാണുന്നത് എവിടെയാണ്? അർബൻ കമ്മ്യൂണിറ്റീസിലാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അർബൻ കമ്മ്യൂണിറ്റീസിൽ വരുന്നത്? ഫോളോ ഡൈവേഴ്സ് ഫുഡ് ഹാബിറ്റ്സ്, ഒക്യുപ്പേഷൻ റിലേറ്റഡ് ടു ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്, ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി, പിന്നെ സ്ലംസ് ആർ സീൻ ഇൻ ദിസ് ഏരിയ. ഇനി റൂറൽ കമ്മ്യൂണിറ്റീനെ കുറിച്ച് പറയാൻ വെച്ചാൽ നമുക്ക് എന്തൊക്കെ എഴുതാം? പീപ്പിൾ ആർ ക്ലോസ് ടു ഈച്ച് അതർ, പീപ്പിൾ ആർ നോട്ട് ടു ഈച്ച് അതർ, അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് ആർ ഇമ്പോർട്ടൻറ്റ് ഒക്യുപ്പേഷൻ, ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം, മോർ ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം, ബെറ്റർ നെയ്ബർഹുഡ് റിലേഷൻസ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Name the place where the tribal society live together. ട്രൈബൽ സൊസൈറ്റീസൊക്കെ ജീവിക്കുന്ന ആ ഒരു പ്ലേസിന് പ്രത്യേക പേര് പറയും, ഊര് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യാം. ഡൈവേഴ്സിറ്റി ഇൻ സോഷ്യൽ ലൈഫ്. ഒരു റിവിഷനിലൂടെ നിങ്ങൾക്ക് എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ട്രൈബൽ കമ്മ്യൂണിറ്റി. ട്രൈബൽ കമ്മ്യൂണിറ്റിനെ കുറിച്ച് കുറച്ച് നോട്ട്സ് എഴുതാനാണ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ട്രൈബൽ കമ്മ്യൂണിറ്റി, പിന്നെ റൂറൽ, അർബന്, പിന്നെ പ്രോബ്ലംസ് ഇൻ സിറ്റീസ്. ഈ 4 ഇതിലെ മെയിൻ പോയിൻറ്റ്സ്. അപ്പോൾ നമുക്ക് ട്രൈബൽ കമ്മ്യൂണിറ്റിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതാം. ട്രൈബൽസ് ഹാവ് യുണീക്ക് ലൈഫ് സ്റ്റൈൽ. അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ജീവിത രീതിയാണ്. യുണീക്ക് ലൈഫ് സ്റ്റൈൽസ്, അവരുടെ ജീവിത രീതി യുണീക്കാണ്. Tribals have unique lifestyles. They are the descendants of ancient human societies of our country. ഇപ്പം പൂർവികർ എന്താണ്? ആൻഷ്യൻ ഹ്യൂമൻ സൊസൈറ്റിയുടെ ഒരു പരമ്പരാഗത ഒരു ട്രഡീഷണൽ രീതിയിൽ ജീവിച്ച് പോരുന്നവരാണ്. നൗ ദേ ആർ ജനറലി കൺഫൈൻഡ് ഐദർ ടു ഫോറസ്റ്റ്, ഒന്നെങ്കിൽ അവർ ഫോറസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ കുന്നിലായിരിക്കും, ഹിൽസ് ഓർ ടു ദ ഇൻറ്റീരിയർ പാർട്സ് ആൻഡ് ഐസോലേറ്റഡ് വാലീസ്, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ് ഇവർ ജീവിക്കുന്നത്. അതായത് നഗരത്തിൻ്റെ എല്ലാ തിരക്കിൽ നിന്നും മാറി ഒരു പ്രാന്തപ്രദേശത്ത്, അതായത് ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ അവരെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നമുക്കറിയാൻ വേണ്ടി മാത്രമാണ്. ട്രൈബൽസ് ഹാവ് യൂണിക് ലൈഫ് സ്റ്റൈൽസ്. ദേ ആർ ദ ഡിസെൻഡൻസ് ഓഫ് ദ ആൻഷ്യന്റ് ഹ്യൂമൻ സൊസൈറ്റീസ് ഓഫ് അവർ കൺട്രി. നൗ ദേ ആർ ജനറലി കൺഫൈൻഡ് ഐദർ ടു ഫോറസ്റ്റ് ആൻഡ് ഹിൽസ് ഓർ ടു ദ ഇൻറ്റീരിയർ പാർട്സ് ആൻഡ് ഐസോലേറ്റഡ് വാല്യൂസ്. ഇനി
നമുക്ക് ട്രൈബൽ കമ്മ്യൂണിറ്റീൻ്റെ ആ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചൊന്ന് നോക്കാം. ദ പ്ലേസ് വെർ ദ ട്രൈബൽ ലീവ് ടുഗദർ ഈസ് നോൺ ആസ് ഊര്. അതാണ് നമ്മളിപ്പോൾ ക്വസ്റ്റ്യനിൽ കണ്ടത്. ഇവരെല്ലാവരും ജീവിക്കുന്ന ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് ഊര്. ഈച്ച് ഊര് ഹാസ് എ ലീഡർ. ഓരോ ഊരിനും ഒരു ലീഡർ ഉണ്ടാവും, ഒരു നേതാവ് ഉണ്ടായിരിക്കും. പീപ്പിൾസ് റെസ്പെക്റ്റബിളി കോൾ ഹിം ഊര് മൂപ്പൻ. അയാളെ എന്താണ് വിളിക്കുക, നേതാവിനെ എന്താണ് വിളിക്കുക, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ലീഡറിനെ വിളിക്കുന്ന പേരാണ് ഊര് മൂപ്പൻ. Okay, the Moopen or a group of senior members including the Moopen look after the administration of ഊരു. അപ്പോൾ ഈ ഊരിൽ പല ഭരണകാര്യങ്ങളും പല തരത്തിൽ കുറേ ആൾക്കാർ, ഒരു കമ്മ്യൂണിറ്റിയാണ് അവിടെ ജീവിക്കുന്നത്. അപ്പോൾ അവരുടെ പല പല ആവശ്യങ്ങളുണ്ടാവും. അപ്പോൾ അതിനൊക്കെ നോക്കി നടത്തുന്ന ആരാണ്, ഊരു മൂപ്പനാണ്. either the മൂപ്പൻ or elderly group will have the supreme power in taking decision on matters like marriage, other disputes, customs, rituals. അപ്പോൾ ഈ മൂപ്പനോ അല്ലെങ്കിൽ മൂപ്പനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ ഒരു എന്ത് കാര്യത്തിൽ അവരുടെ ആ ഊരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കങ്ങൾ, പിന്നെ ആചാരങ്ങൾ, അതിലൊക്കെ ഈ അവസാന വാക്ക് പറയുന്നത് ആരാണ്, ഈ ഊരു മൂപ്പനാണ്, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട എൽഡർലി ഗ്രൂപ്പ്. ഓക്കെ, അത്രയാണ് നമ്മൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. വൺ വേർഡ് ചോദ്യോത്തരങ്ങളായിരിക്കും ഈ ഒരു ഭാഗത്തു നിന്ന് വരിക. ഇനി റൈറ്റ് സം ട്രൈബൽ കമ്മ്യൂണിറ്റി ഇൻ കേരള. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. ഏതെങ്കിലും ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റീനെ പറ്റിയിട്ടുള്ള പേര് മാത്രം എഴുതാൻ, ട്രൈബൽ കമ്മ്യൂണിറ്റീൻ്റെ പേര് എഴുതാം. അപ്പോൾ നമ്മുടെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബൌട്ട് 35 ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഇൻ കേരള. കേരളത്തിൽ 35 തരം ട്രൈബൽ കമ്മ്യൂണിറ്റി ഉണ്ട്. പണിയർ, കുറിച്ചർ, ഊരാളി, മലയൻ, അടിയാൻ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു പേര് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുന്ന നല്ലതാണ്. ഒരു 2 ട്രൈബൽ കമ്മ്യൂണിറ്റീൻ്റെ പേര് എഴുതാൻ വന്നാൽ നിങ്ങൾക്ക് എഴുതാം പണിയാർ, കുറിച്ചർ, ഊരാളി, മലയൻ. ഇനി അടുത്തത് റൈറ്റ് ആൻഡ് 3 ഫീച്ചേഴ്സ് ഓഫ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് നമ്മളൊരു ക്രോഡീകരിച്ച് എഴുതാണ്. 3 ഫീച്ചേഴ്സ്. ജനറലി ദ ട്രൈബൽ സെറ്റിൽമെൻറ്റ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ ഹിൽസ്, ഫോറസ്റ്റ് ഓർ ഐസൊലേറ്റഡ് വാലീസ്. അപ്പോൾ അവരുടെ സെറ്റിൽമെൻറ്റ് എവിടെയൊക്കെയാണ്, ഹിൽസിലുണ്ടാവും, ഫോറസ്റ്റിലുണ്ടാവും, ഐസൊലേറ്റഡ് വാലീസ് ഉണ്ടാവും. ഈച്ച് ട്രൈബൽ ഗ്രൂപ്പ് ലീവ് ടുഗദർ ഇൻ എ പർട്ടിക്കുലർ ഏരിയ. അവർ ആ ഒരു ഏരിയയിലാണ് ഓരോ ഗ്രൂപ്പായിട്ടാണ് ജീവിക്കുക. ദിയർ ലൈഫ് സ്റ്റൈൽസ് ആർ ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് അതർ കമ്മ്യൂണിറ്റീസ്. അവർ തന്നെ ഒരു കമ്മ്യൂണിറ്റീൻ്റെ ജീവിത രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും അടുത്ത കമ്മ്യൂണിറ്റി ജീവിക്കുന്നത്. ട്രഡീഷണൽ ടൈപ്പ് ഓഫ് കൾട്ടിവേഷൻ ആൻഡ് ഗാദറിംഗ് ഓഫ് ഫോറസ്റ്റ് പ്രോഡക്ട്സ് ആർ ദ മീൻസ് ഓഫ് ലിവിങ് ഓഫ് ദീസ് ട്രൈബ്സ്. ഓക്കെ, മെനി ഓഫ് ദം ആർ എൻഗേജ്ഡ് ഇൻ ട്രഡീഷണൽ ആർട്ടിസർ വർക്ക്സ്. അപ്പോൾ ഇവർ ട്രഡീഷണൽ പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. ഫോറസ്റ്റ് റിസോഴ്സസ് ആണ് അവരുടെ, അത് കളക്ട് ചെയ്യുക, അതൊക്കെ അതുമായി ബന്ധപ്പെട്ട ജോലികളാണ് അവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ജനറലി ട്രൈബൽ സെറ്റിൽമെൻറ്റ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ ഹിൽസ്, ഫോറസ്റ്റ് ഓർ ഐസൊലേറ്റഡ് വാലീസ്. ഈച്ച് ട്രൈബൽ ഗ്രൂപ്പ് live together in a particular area. Their lifestyle are totally different from that of the other communities. Traditional type of cultivation and gathering of forest products are the means of living of these tribes. ഇനി നമുക്ക് അടുത്ത് നോക്കാം. എൻലിസ്റ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ട്രഡീഷണൽ റൂറൽ സൊസൈറ്റി. നമ്മളിപ്പോൾ ട്രൈബൽ സൊസൈറ്റീനാണ്, അതാണ് ഒരു പോയിന്റ് ഈ ചാപ്റ്ററിൽ. പിന്നെ അടുത്ത പോയിന്റ് റൂറൽ സൊസൈറ്റീനെ കുറിച്ച് പഠിക്കാനാണ്. അപ്പോൾ ട്രൈബൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒറ്റപ്പെട്ട് ഒരുപാട് ദൂരെ വേറെയുള്ള ആൾക്കാരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാരാണ് ട്രൈബൽസ്. ഇനി റൂറൽ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരങ്ങനെയല്ല, അവർ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. പീപ്പിൾ ഓഫ് റൂറൽ ഏരിയാസ് ആർ ക്ലോസ് ടു ഈച്ച് അതർ ആൻഡ് നോ ഈച്ച് അതർ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അറിയാം, ഒരാളുടെ വിശേഷങ്ങൾ മറ്റൊരാൾക്ക് അറിയാം. അങ്ങനെ ദേ ക്ലോത്തിങ്സ് ആർ സിമ്പിൾ. അവരുടെ വസ്ത്രധാരണ രീതിയൊക്കെ ഭയങ്കര സിമ്പിളായിരിക്കും. അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഓക്യുപ്പേഷൻ ഓഫ് ട്രഡീഷണൽ റൂറൽ കമ്മ്യൂണിറ്റി. അവരുടെ പ്രധാന ജോലി എന്തായിരിക്കും, അഗ്രികൾച്ചറും അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസുമാണ്. കാറ്റൽ റിയറിംഗ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് ആർ ഓൾസോ ദ മീൻസ് ഓഫ് ലൈൻ. അതേപോലെ തന്നെ കാലികളെ മേയ്ക്കൽ, കരകൗശല വിദ്യ, ഇതൊക്കെ അവരുടെ ജോലികളാണ്. റൂറൽ സൊസൈറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ക്യാൻ യു ഐഡൻറ്റിഫൈ എനി 2 occupation ദാറ്റ് വെർ പ്രിവൈലേജ് ഇൻ വില്ലേജസ്. വില്ലേജസിനാണ് നമ്മൾ റൂറൽ എന്ന് പറയുന്നത്. പോട്ടറി, സ്റ്റാറ്റ്യൂ മേക്കിംഗ്, ശില്പനിർമ്മാണം, അതേപോലെ കളിമൺ പാത്ര നിർമ്മാണം, ഇതൊക്കെ നമ്മൾ വില്ലേജസിലാണ് കാണുന്നത്. വിച്ച് ആർ ദ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ അർബൻ കമ്മ്യൂണിറ്റി. ഇനി അർബൻ കമ്മ്യൂണിറ്റിയിലുള്ള പ്രശ്നങ്ങൾ എന്താണ്? സ്ലംസ്. ഒന്നാമത് ചേരികൾ ഉണ്ടാകുന്നത് സ്ലംസ് ഉണ്ടാകുന്ന അർബൻ കമ്മ്യൂണിറ്റിയിലാണ്. ട്രാഫിക് കൺജഷൻ, ഭയങ്കര ട്രാഫിക് ആയിരിക്കും. പൊല്യൂഷൻ, പിന്നെ മലിനീകരണം പറയുകയും വേണ്ട, ഭയങ്കര മലിനീകരണവും ആയിരിക്കും. അപ്പോൾ ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസിൽ കണ്ടതാണ്. വാട്ട് ആർ ദ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ ആൻ അർബൻ കമ്മ്യൂണിറ്റി? സ്ലംസ്, ട്രാഫിക് കൺജഷൻ, പൊല്യൂഷൻ. ഓക്കെ,
ഇനി റൈറ്റ് എനി 4 റെമഡീസ് ടു ദ പ്രോബ്ലംസ് ഇൻ സിറ്റീസ്. സിറ്റീസിലെ പ്രോബ്ലംസിന് 4 പരിഹാര മാർഗ്ഗങ്ങൾ നമ്മളോട് സജസ്റ്റ് ചെയ്യാനാണ്. ഒന്നാമത്തേത് സിസ്റ്റമാറ്റിക് പ്ലാനിങ്. ഒന്നാമത്തെ എന്താണ്? സിസ്റ്റമാറ്റിക് പ്ലാനിങ്. എക്കോ ഫ്രണ്ട്ലി കൺസ്ട്രക്ഷൻ, പ്രകൃതിയോടിണങ്ങിയ കൺസ്ട്രക്ഷൻ, നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഹൗസിംഗ് പോളിസി, ഓക്കെ. ബേസിക് ഫെസിലിറ്റീസ് ഫോർ മേക്കിംഗ് ലൈഫ് ഈസി, നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക. ഇത്രയാണ് സിറ്റീസിലെ പ്രോബ്ലംസിന് നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്ന 4 റെമഡീസ്. ഇനി നമുക്ക് ആക്ടിവിറ്റി 7 നോക്കാം. ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ ഗ്രോത്ത് ഓഫ് കിങ്ഡം. What were the geographical features that helped the Marathians to become a prominent power? What was the title adopted by Shivaji, the major role of Maratha kingdom? What were the geographical features that helped Delhi to grow as a center of power? അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കതെന്താ നോക്കാം. ആദ്യം എന്താണ് ചോദിച്ചത്? വാട്ട് വർ ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് ദ മറാത്ത ടു ബിക്കം എ പ്രോമിനൻറ്റ് പവർ. മറാത്തകളെ ഒരു പ്രോമിനൻറ്റ്, ഒരു പ്രബല ശക്തിയായിട്ട് ആക്കി മാറ്റുന്നതിൽ ഈ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, അതായത് ഭൂമിശാസ്ത്രപരമായി എങ്ങനെയൊക്കെ സഹായിച്ചു എന്ന്. അപ്പം ദ വിന്ധ്യ സത്പുര മൗണ്ടൻസ് ആൻഡ് ദ നർമ്മദ താപ്തി റിവർ സെപ്പറേറ്റ് ദ മറാത്ത റീജിയൻസ് ഫ്രം ദ നിയർ ബൈ റീജിയൻസ്. അപ്പോൾ 2 കാര്യങ്ങളാണ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. ഒന്ന് എന്താണ്? വിന്ധ്യ സത്പുര മൗണ്ടൻസ്, വിന്ധ്യ സത്പുര മലകളും അതേപോലെ നർമ്മദ താപ്തി റിവറും. ഇത് മറാത്തകളെ മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നും വേർതിരിച്ചു നിർത്തും. ദീസ് ദ ജിയോഗ്രഫിക്കൽ ഓഫേർഡ് എ നാച്ചുറൽ പ്രൊട്ടക്ഷൻ ഇറ്റ്. അപ്പം പെട്ടെന്നൊന്നും ഈ ഒരു രാജ്യത്തിലേക്ക് പെട്ടെന്നൊന്നും ആർക്കും അതിക്രമിച്ച് വരാൻ കഴിയില്ല. അപ്പോൾ ഒരു നാച്ചുറൽ പ്രൊട്ടക്ഷനാണ്, ഒരു പ്രകൃതി തന്നെ ഒരു സംരക്ഷണം ഒരുക്കിയതാണ്. അതിന് കാരണം ആരാണ്? വിന്ധ്യ-സത്പുര മൗണ്ടൻസ് ആൻഡ് നർമ്മദ താപ്തി റിവർ. ഇനി രണ്ടാമത്തെ എന്താണ് ചോദ്യം? എന്താണ്? വാട്ട് വർ ദ ടൈറ്റിൽ അഡോപ്റ്റഡ് ബൈ ഷിവാജി, ദ മേജർ റൂൾ ഓഫ് മദർ. അപ്പോൾ ടൈറ്റിൽ, വാട്ട് വാസ് ദ ടൈറ്റിൽ? ടൈറ്റിൽ എന്തായിരുന്നു? ഛത്രപതി ശിവജി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ശിവജിയുടെ ടൈറ്റിൽ എന്തായിരുന്നു? ഛത്രപതി ശിവജി. ഓക്കെ. പിന്നെ ഈ മറാത്തികളെ സഹായിച്ച വേറെ കുറച്ച് കാര്യങ്ങൾ. മറാത്തി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഇൻസ്റ്റിൽഡ് എ സെൻസ് ഓഫ് യൂണിറ്റി among the Marathas. The most important Maratha ruler was Chhatrapati Shivaji. They have a powerful army and navy. These factors helped Marathas to become a country. അപ്പോൾ മറാത്തകളെ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് സഹായിച്ചത്. അതേപോലെ ഡൽഹിനെ പ്രൊമിനൻറ്റ് റൂളേഴ്സ് ആകാൻ വേണ്ടിയിട്ട് കുറേ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് സഹായിച്ചിട്ടുണ്ട്. ഡൽഹി ഒരു പവർഫുൾ കൺട്രി ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലെല്ലാം പഠിച്ചിട്ടുണ്ട്. അത് ഓർമ്മയുള്ളവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.